പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച പറഞ്ഞിരുന്നത് ഗൂഗിൾ അൽഗോരിതത്തിൻ്റെ ക്ലാസ് ആയിരുന്നു. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് കഴിഞ്ഞ ഈ വീഡിയോ ഇട്ട് അന്ന് തൊട്ട് ഇന്ന് മുതൽ ആൾക്കാർ ചോദിക്കുന്ന കോമൺ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. റിപ്പീറ്റീവായിട്ട് ഞാൻ ആൻസർ കൊടുത്തിട്ടും ക്ലിയർ ആകാത്ത ഒരു ഒരു തോട്ട്. അതായത് എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇവിടെ മാത്രമല്ല കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു ഉത്തരം അതായിരിക്കട്ടെ ഈ ക്ലാസ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ഇൻകോഗ്നേറ്റീവ് മോഡിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിനിടെ ഒരു കാര്യം സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു കീവേഡാണ് എക്സ്പെർട്ട് കേരള. ഞാൻ പല ക്ലാസ്സുകളിലും ഇത് തന്നെ പറയാറുള്ളത്. കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതായിരിക്കും ഈസി. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്ത് അതിനകത്താണ്. ഇപ്പോൾ ഇത് ഇൻകോഗ്നേറ്റീവ് മോഡിൽ എക്സ്പെർട്ട് കേരള എന്ന് അടിക്കുമ്പോൾ ഞാൻ വരുന്നുണ്ട് ടോപ്പിൽ, നിങ്ങൾക്ക് കാണാം. അപ്പോൾ പല ആൾക്കാരും ഞാൻ ഈ ആദ്യത്തെ ക്ലാസ് തൊട്ട് പറയുന്നുണ്ട്, നമ്മളൊരു പ്രൈമറിയും സെക്കൻഡറിയും കീവേഡ് കണ്ടുപിടിക്കുക, അതിൻ്റെ മിക്സ് ചെയ്തിട്ട് ടൈറ്റിൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെഡിങ് കണ്ട് അറിയാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ടൈറ്റിനുള്ളിൽ നിന്ന് തന്നെ കീവേഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് എക്സ്പെർട്ട് കേരള എന്ന് പറയുന്ന ഒരു കീവേഡ് ആയിരിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസർ ഇൻ കൊച്ചി എന്ന് പറയുന്നത് ഒരു കീവേഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് കീവേഡ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ പ്രൈമറി സെക്കൻഡറിയും വന്നിട്ടുണ്ട്. ഈവൻ അതിൻ്റെ റിപ്പീറ്റേഷൻ നിങ്ങൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ താഴെയുള്ള ഈ ഇവിടെയും കൊണ്ടുവരാം. ഇതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മുകളിലുള്ളത് മെറ്റാ ടൈറ്റിൽ. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് തൊട്ട് പറയുന്നത് പ്രൈമറി കീവേഡും സെക്കൻഡറി കീവേഡും കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ടൈറ്റിലിനകത്തോട്ടും മെറ്റാ ഡിസ്ക്രിപ്ഷനകത്തോട്ടും ആഡ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോമൺ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ചോദിക്കുന്നത്, ഈ രണ്ട് കീവേഡിനാണോ ഈ ഒരു ഹോം പേജ് റാങ്ക് ചെയ്യുള്ളൂ? ഈ പേജിന് വേണ്ടിയിട്ടാണല്ലോ ഇത് കൊടുത്തിരിക്കുന്നത്. ജിജോ ജോസഫ് SEO.in എന്ന് പറയുന്ന എൻ്റെ ഹോം പേജിൻ്റെ URL. ഇതിന് അബൌട്ടസ് പേജ് ഉണ്ട്, ഡിജിറ്റൽ പല പേജുകളുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് ടേമിന് വേണ്ടി മാത്രം ആണോ ഈ ഒരു പേജ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് വെച്ചാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതാണ് ഇരിക്കുന്നതെങ്കിലും മറ്റു കീവേഡുകൾക്കും ഇത് റാങ്ക് ചെയ്യണം. കാരണം ഇതിനകത്ത് വേറെയും കണ്ടൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, പ്രൈമറി സെക്കൻഡറി കീവേഡിന് വേണ്ടി മാത്രമാണോ ഈ ഒരു പേജ് റാങ്ക് ചെയ്യുള്ളൂ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിക്കുന്ന ആൾക്കാർ പ്ലഗിൻസ് ആണ്. ഇപ്പോൾ യോസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ടാവും, റാങ്ക് മാത്ത് ഉപയോഗിക്കുന്നവരുണ്ടാവും. ഏതാണ് നല്ലത്? റാങ്ക് മാത്ത് പോകണോ, യോസ്റ്റ് പോകണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രീമിയം ഉപയോഗിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആ ചോദ്യം അതിനകത്ത് 5 കീവേഡ് കൊടുക്കാമല്ലോ. അത് ഫ്രീ വേർഷൻ ആണെങ്കിൽ യോസ്റ്റിൽ ഒരെണ്ണേ പറ്റുള്ളൂ. യോസ്റ്റിൻ്റെ പ്രീമിയം പ്ലഗിനെ ഉപയോഗിക്കുകയാണെങ്കിൽ SEO ചെയ്യാൻ വേണ്ടി വേഡ്പ്രസ് സൈറ്റുകൾക്ക് വേണ്ടി മാത്രം. മറ്റ് സൈറ്റുകളുള്ളവർ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യേ വേണ്ട. കാരണം പ്ലഗിൻസ് എന്ന് പറയുന്നത് സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നതാണ് വേഡ്പ്രസിനകത്ത് SEO ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യോസ്റ്റിനകത്ത് ഒരു കീവേഡല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ പ്രീമിയം എടുക്കട്ടെ. റാങ്ക് മാത്തിൽ 5 എണ്ണം കൊടുക്കാമല്ലോ, അപ്പോൾ അതാണോ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രീമിയം ആണോ നല്ലതെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം കാണുന്ന ഈ വെബ്സൈറ്റ് ഇത് ഞാൻ ചെയ്തിരിക്കുന്ന യോസ്റ്റിലാണ്. ഈ ഫസ്റ്റ് കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് നാലാമത് കിടക്കുന്ന ഇതും എൻ്റെ വെബ്സൈറ്റ് തന്നെയാണ്. ഈ വെബ്സൈറ്റ് ചെയ്തിരിക്കുന്നത് റാങ്ക് മാത്തിലാണ്. ഓക്കെ, റാങ്ക് മാത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ യോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പിക് കിടക്കുന്നത് ഈ യോസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ട് യോസ്റ്റ് നല്ലത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വീഡിയോ. അല്ലെങ്കിൽ താഴെ കിടക്കുന്നത് ഇതായതുകൊണ്ട് റാങ്ക് മാത്ത് മോശം എന്ന് പ്രൂവ് ചെയ്യാനും അല്ല വീഡിയോ. പ്ലഗിൻസിന് വലിയൊരു വാല്യൂ നിങ്ങൾ കൊടുക്കരുത്. ഓക്കെ, ടൈറ്റിൽ കൊടുക്കാനും മെറ്റ കൊടുക്കാനും കീവേഡ് കൊടുക്കാനൊക്കെ നമുക്ക് പ്ലഗിൻസ് വേണം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനുപരിയായിട്ട് ഇത് കൊടുക്കുന്നത് കൊണ്ടല്ല ഗൂഗിൾ റാങ്ക് ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം പ്ലഗിൻസ് എന്ന് പറയുന്നത് നമ്മളുടെ അകത്തുള്ള കണ്ടന്റിനകത്തുള്ള പ്രധാനപ്പെട്ട പോർഷൻ ആണല്ലോ ഈ മെറ്റാ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും സെർച്ച് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്ലഗിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾസ് കാണിച്ചിട്ട്, ഇപ്പോൾ ഇതാണ് ഈ ജിജോ ജോസഫ് SEO എന്ന് പറയുന്നതിൻ്റെ വെബ്സൈറ്റിൻ്റെ വേഡ്പ്രസ് ഡാഷ്ബോർഡാണിത്. ഇതതിൻ്റെ ഹോം പേജ്. ഇത് യോസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ വൈ എന്ന് പറഞ്ഞ് കാണാം. ഞാൻ ഈ ഹോം പേജ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ഹോം പേജ് എഡിറ്റിംഗ് കൊടുത്തു. ഇപ്പോൾ ഇത് ഹോം പേജ് എഡിറ്റ് വരും. ഇവിടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ എൻ്റെ യോസ്റ്റിൻ്റെ പ്രീമിയമാണ്. ഞാനിത് തുടക്കത്തിൽ മേടിച്ചതാണ്. അന്ന് ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന കാലത്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പ്രീമിയം കിട്ടണം നല്ലതായിരിക്കും എന്ന് ഞാൻ ഇട്ടു. പക്ഷേ പ്രീമിയം കൊണ്ടൊന്നുമല്ല റാങ്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു കീവേഡ് ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോക്കസ് പ്രൈസ് ഇതാണ്. ഇത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീവേഡ് ഏതെങ്കിലും ഇപ്പോൾ ഒരു പേജ് മുഴുവൻ ഒരു കാര്യത്തെക്കുറിച്ച് മുഴുവൻ പറയുകയാണെങ്കിൽ അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ, അല്ലേ? ഇപ്പം നിങ്ങളൊരു എന്താ പറയുക, ഒരു ഹോട്ടലാണെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ എന്താ പറയുക മീൽസ്, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിലും മൊത്തത്തിൽ ആ ഫുഡിൻ്റെ പേരിലല്ലല്ലോ അതിനെ പറയുക, റെസ്റ്റോറൻറ്റെന്നോ അല്ലെങ്കിൽ ഹോട്ടലിനോ ആയിരിക്കും പറയുക. അപ്പോൾ ഈ കീവേഡ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം പേജിൻ്റെ കണ്ടന്റിനെ മാച്ച് ആവുന്ന ഒരു ഹെഡിങ് ആണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി കീവേഡ് ആക്കും. അപ്പോൾ അതിന് സെർച്ച് വോളിയം വേണം, ഒരുപാട് പേര് അന്വേഷിക്കുന്നവരായിരിക്കും. നമ്മുടെ പേജ് കണ്ടന്റുമായിട്ട് അതിന് നല്ല മാച്ചിങ് വേണം, അല്ലേ? ഒരാൾ SEO കേരള എന്നടിക്കുമ്പോൾ അയാൾക്ക് ഗൂഗിൾ ആഡ് സ്പെഷ്യലിസ്റ്റിൻ്റെ പേജ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം മൊത്തത്തിൽ സ്വഭാവം അതിനായിരിക്കണം. ആ സ്വഭാവം വരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഒരു ഫോക്കസ് കീ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ വേർഡിന് മാത്രം ഇത് റാങ്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ടും ഈ മെറ്റ കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് ഇത് മാത്രം റാങ്ക് ചെയ്യുന്നല്ല. അപ്പോൾ ഇവിടെ ഞാൻ SEO കേരള എന്ന് കൊടുത്തു. ഇനി ഇതെൻ്റെ വേറൊരു വെബ്സൈറ്റാണ്, അതും ഞാൻ കാണിച്ചുതരാം.
ഞാൻ രണ്ടാമത് ഇവിടെ സെർച്ചിൽ ഞാൻ കാണിച്ചായിരുന്നു ഓൾറെഡി. ഇതേ ഈ കിടക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ യു ഡോട്ട് കോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ തുടക്കത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് മേടിച്ചിരുന്നതാണ്. അന്ന് എൻ്റെ പരീക്ഷണങ്ങളെല്ലാം നടത്തിയിരുന്നത് ഇതിനകത്തായിരുന്നു. അന്ന് ഞാൻ മേടിച്ചതായിരുന്നു ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ യു എന്ന് പറയുന്ന സൈറ്റ്. അപ്പോൾ ഈ സൈറ്റ് ഞാൻ പ്രധാനമായിട്ട് റാങ്ക് മാത്താണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എഡിറ്റ് കൊടുത്തു. ഇപ്പുറത്ത് യോസ്റ്റാണ് ഉപയോഗിക്കുന്ന ഇത് ഈ കാണുന്ന ജിയോ എസ് എന്ന് പറയുന്നത് യോസ്റ്റും ഇത് റാങ്ക് മാത്താണ്. റാങ്ക് മാത്തിൽ ഞാൻ ചെല്ലുമ്പോൾ സാധാരണ പോലെ തന്നെ അതിനും ഒരു പ്രൈമറി കീവേഡ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും? ഇതേ SEO ഫ്രീലാൻസർ കേരളയാണ് ഇതിൻ്റെ പ്രൈമറി. ആദ്യത്തേൻ്റെ SEO എക്സ്പേർട്ട് കേരള. പിന്നെ ഗൂഗിൾ ആൻഡ് ഹബ്സ്പോട്ടിൽ സപ്ലോഡ് എന്ന് പറഞ്ഞാൽ അത് കീവേഡ് അല്ല, അതൊരു ക്ലിക്ക് CTR കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് എൻ്റെ സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഞാൻ മൊത്തത്തിൽ കീവേഡാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ കീവേഡ് ആണെങ്കിൽ അത് സ്റ്റഫിംഗ് അല്ല, അത് അടിക്കുന്ന ആൾക്കാർക്ക് അത് ആ ഇൻറ്റൻഷൻ മാച്ച് ആവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്, സ്റ്റഫ് ചെയ്യരുത്. അതിന് അപ്പോൾ ഞാനിത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞ എൻ്റെ സൈറ്റ് എടുത്തു. ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതാ അടിയിൽ ചെല്ലുമ്പോൾ ഇവിടെ 5 കീവേഡ് വരെ കൊടുക്കാം. ഇതാണ് പലപ്പോഴും ചോദിക്കുന്നത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് യോസ്റ്റ് ആണെങ്കിൽ ഫ്രീയിൽ ഒരെണ്ണം പറ്റുള്ളൂ, റാങ്ക് മാത്തിലാണെങ്കിൽ 5 കീവേഡ് വരെ കൊടുക്കാം. ഇതാണ് വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെ റാങ്ക് മാത്ത് ബെറ്റർ ആണെങ്കിൽ 5 കീവേഡ് വരെ കൊടുക്കുന്നെങ്കിൽ ഇപ്പോൾ ഫസ്റ്റിൽ കാണേണ്ടത് പല കീവേഡിനും ഞാൻ ടോപ്പിലായിരിക്കുന്നത് എൻ്റെ യോസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യോസ്റ്റോ റാങ്ക് മാത്തോ അല്ല റാങ്കിങ് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോപ്പിൽ എത്തിക്കുന്നതിൻ്റെ പ്രധാന ഫാക്ടർ. പകരം എന്താണ്? പേജിൻ്റെ UX, അതുപോലെ തന്നെ പേജിൻ്റെ കണ്ടന്റ്, പേജിനകത്ത് ആളുകൾ എത്ര സമയം വെയിറ്റ് ചെയ്യുന്നു, എത്ര നേരം, അതാണ് മെയിനായിട്ട് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ, വീഡിയോ കാണുന്നുണ്ടോ, അവർ ഇതിനകത്ത് എന്താണ് ബൗൺസ് ടൈം, വന്നിട്ട് പോകുന്നതിൻ്റെ ടൈമിങ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഗൂഗിൾ റാങ്ക് ചെയ്യിക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി നമ്മളൊരു പേജ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൈമറി സെക്കൻഡറി കീവേഡ് വെച്ചിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. അത് വെച്ചിട്ട് ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷനും കൊടുത്തോ, ഒരു തെറ്റുമില്ല. പക്ഷെ അതിനുപരിയായിട്ട് നിങ്ങൾ ആ പേജ് കണ്ടന്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പേജിനകത്ത് നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അത് ഒരുപാട് എഴുതി ക്ലട്ടഡ് ആകാതെ വൈറ്റ് സ്പേസിങ് കൊടുത്ത് വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു കീവേഡ് സ്റ്റഫിംഗ് ആയിട്ട് തോന്നാത്ത രീതിയിൽ. ഇപ്പം എൻ്റെ ഇതിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ പൂർണ്ണമായിട്ടും പക്കയായിട്ട് SEO ചെയ്യുന്ന ഒരു അനലിസ്റ്റ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഗ്രേ ഹാറ്റ് SEO ഞാൻ ഉപയോഗിക്കാറുണ്ട്, വൈറ്റ് ഹാറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്നെ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് ഒന്നും ഒരു സാമ്പിളായിട്ടൊന്നും നിങ്ങൾ എടുക്കുന്നത്, ഞാൻ ഒരു ആശയം പഠിപ്പിക്കാൻ എൻ്റെ വെബ്സൈറ്റ് എടുക്കുന്നുള്ളൂ. എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് SEO എക്സ്പെർട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പിൾസിന് എൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറേ ഗ്രേ ഹാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഓക്കെ. ബിക്കോസ് ഞാൻ സ്വയം ചെയ്യുന്നതാണ്. ഇത് താഴെ പോയാലോ ഇത് ഇടിഞ്ഞാലോ ഇത് പുറകോട്ട് പോയാലോ ഒന്നും ഞാനാണ് ബാധ്യസ്ഥൻ. അതിന് എനിക്ക് ആരോടും എന്താ പറയുക കടപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് എനിക്ക് പല പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഒരു SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈറ്റ് ഉണ്ടാകേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ അവകാശങ്ങളൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ സൈറ്റും ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനത്തിലെത്താം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്ലഗിനുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. മെറ്റാ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കുറച്ച് ടെക്നിക്കൽ സൈഡ് കിട്ടാനൊക്കെ നമുക്ക് പ്ലഗിൻസ് ഉപയോഗിക്കാം. അത് റാങ്ക് മാത്ത് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം, യോസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. അതിൻ്റെ പ്രീമിയം ഉപയോഗിച്ചാൽ അതിന് സ്കീമ പോലെയുള്ള ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, റീഡയറക്ഷൻസ്, ടെക്നിക്കൽ സൈഡ് കുറച്ചും കൂടെ മെച്ചപ്പെടും. ഒരു ഗുണമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് ഈ HTML സൈറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സൈറ്റ് എന്നൊക്കെ പറയും, അതായത് പ്ലഗിൻസോ കാര്യങ്ങളോ ഒന്നും സപ്പോർട്ടീവ് ആയിരിക്കില്ല. PHP സൈറ്റ് അതുപോലെയുള്ള സൈറ്റിലൊക്കെ നമുക്ക് ഇപ്പോൾ വിക്സിലൊക്കെ കുറച്ചെങ്കിലും ഉണ്ട്, വിക്സ് സൈറ്റ്, അങ്ങനെ ചില സൈറ്റുകളൊക്കെ ഉണ്ട്, ASP.NET, അങ്ങനത്തെ ചില സൈറ്റ്സുകളൊന്നും നമുക്ക് ഇതുപോലത്തെ പ്ലഗിൻസ് ഇല്ല. അവിടെ റാങ്ക് മാത്തോ യോസ്റ്റോ പ്ലഗിൻസോ ഒന്നും ഇല്ല. അപ്പോൾ അവിടേക്ക് എങ്ങനെ റാങ്ക് ചെയ്യും? അങ്ങനത്തെ സൈറ്റും ടോപ്പിലുണ്ടെന്ന് പറയുമ്പോൾ അതിന് താഴെ ആയിരിക്കും വേർഡ്പ്രസ് ഒക്കെ കിടക്കുന്നത്, അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ വിക്സ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഒന്നുമില്ലാത്ത വെറും സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ്, പ്രത്യേകിച്ച് SEO ഒന്നും ചെയ്യാത്ത വെബ്സൈറ്റുകൾ ടോപ്പിലുണ്ട്. കാരണം ഒറ്റ ഒരെണ്ണമുള്ളൂ, കണ്ടന്റ്. പിന്നെ അതിനകത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സമയം. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നല്ല കണ്ടന്റ് എഴുതി പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഈവൻ മെറ്റാ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ ഒന്നും ഇല്ലെങ്കിൽ പോലും അത് ടോപ്പിലെത്തും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൈമറി സെക്കൻഡറി കീവേഡിന് വേണ്ടി മാത്രമല്ല, മറ്റ് പല കീവേഡുകളിലും അത് എത്തും. ഇപ്പോൾ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഞാൻ ഇവിടെ നിന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇത് HRFൻ്റെ ഒരു ടൂളാണ്. ഇത് നിങ്ങൾക്ക് പെയ്ഡ് ഭയങ്കര ചാർജ് ആയിരിക്കും, അതിൻ്റെ ഫ്രീ വേർഷൻ കിട്ടും വെറുതെ. ഇപ്പോൾ എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ SEO എക്സ്പേർട്ട് കേരളയ്ക്ക് ഞാൻ ഫസ്റ്റ് പൊസിഷനാണ്. അത് ഈ പേജാണ്, ഹോം പേജാണ്. അത് കഴിഞ്ഞ് ഫ്രീലാൻസ് അതിനും ഫസ്റ്റ് പൊസിഷനാണ്. എൻ്റെ പേരിന് ഞാൻ ഫസ്റ്റ് പൊസിഷനാണ്. SEO കേരള, ഇതിനെല്ലാം നോക്കൂ, എല്ലാം എൻ്റെ ഹോം പേജ് റാങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കീവേഡ് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതെൻ്റെ പ്രൈമറി കീറി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പല കീവേഡിനും എൻ്റെ ഹോം പേജ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇടതുവശത്ത് കാണാം ടോപ്പ് പേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിനകത്തുള്ള രണ്ട് ടോപ്പ് പേജ് എനിക്ക് അറിയുള്ളൂ. ഒന്ന് എൻ്റെ ഹോം പേജും പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു പേജും ഉണ്ട്. പഠിപ്പിക്കാൻ മീൻസ് ഇൻഫർമേഷൻ. നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ജിജോ ജോസഫ് SEO.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഏകദേശം 105 കീവേഡുകൾക്ക് റാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 105 കീവേഡ് നിങ്ങൾ മെറ്റയിൽ കൊടുത്തിട്ടുണ്ടോ? ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ? ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും കീവേഡിന് ആ ഒരു പെർട്ടിക്കുലർ ഹോം പേജ് റാങ്ക് ചെയ്തത്? അതാണല്ലോ ചോദ്യം. ഞാൻ ആ 105 കീവേഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം.
ഈ 105 കീവേഡും ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് പൊസിഷൻ അല്ല കേട്ടോ, പല ഇതിലായിട്ടാണ്. നോക്കൂ, ഇതിൽ ഫസ്റ്റ് പൊസിഷൻ ഉണ്ട്, 4ാമത്തെ ഉണ്ട്, 5ാമത്തെ ഉണ്ട്, ഇത് പല ഇതുണ്ടോ. ഈ ഒരു ഹോം പേജ് മാത്രം, ഇതാണ് ഹോം പേജിന്റെ URL. ഇത്രയധികം കീവേഡുകൾക്ക് ഇത് റാങ്ക് ചെയ്യുന്നുണ്ട്. എത്രയുണ്ട് ഇത് ഇവിടെ നോക്കി അറിയാൻ പറ്റും. 105 കീവേഡ്സിന് ഈ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പൊസിഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഗൂഗിളിൽ ടോപ്പ് 100ൽ എവിടെയൊക്കെയോ ഉണ്ട്, കയറി വരുന്നതുണ്ട്, ഇമ്പ്രൂവ് ആവുന്നുണ്ട്, പലതും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അറിയാൻ പറ്റും. ഓർഗാനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കീവേഡിനെ റാങ്ക് ചെയ്യുന്നത് അത്രയും കീവേഡുകൾ ഞാൻ യോസ്റ്റി കൊടുത്തുകൊണ്ടാണോ, അല്ലെങ്കിൽ അത്രയും കീവേഡ് ഞാൻ റാങ്ക് മാറ്റി കൊടുത്തുകൊണ്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? എൻ്റെ പേജിനകത്ത് അത്രയും കണ്ടന്റ് ഉണ്ട്, എൻ്റെ വെബ്സൈറ്റിനകത്ത് അത്രയും കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഹോം പേജിനകത്ത് ഞാൻ അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം റാങ്ക് ചെയ്യിക്കാൻ വേണ്ടിയല്ല ഇത്ര ഉപയോഗിച്ചത്. ഞാൻ കണ്ടന്റുകൾ എഴുതുകയും അത് യൂസർക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ പോയിന്റുകൾ എഴുതി പോയപ്പോൾ അതെല്ലാം കീവേഡുകളായിട്ട് മാറി. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളൊരു കണ്ടന്റ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു പേജിന് വേണ്ടിയിട്ടോ ഒരു ബ്ലോഗിന് വേണ്ടിയിട്ടോ ഒരു ഹോം പേജിന് വേണ്ടിയിട്ടോ കണ്ടന്റ് എഴുതുമ്പോൾ എന്താണ് അതിൻ്റെ വിഷയം കണ്ടെത്തുക. ഇപ്പോൾ SEO എക്സ്പേർട്ട് ആകുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഒരു ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, പല കാര്യങ്ങളും വരും. SEO അങ്ങനെ അതിൻ്റെമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വരാൻ സാധ്യതയുണ്ടോ, കീവേഡ് പ്ലാനറോ ഊബർ സജസ്റ്റോ അല്ലെങ്കിൽ സെംറഷോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് കാണും, അതിൻ്റെ സെർച്ച് വോളിയം കാണും. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ബ്ലോഗ് എഴുതണം, അല്ലെങ്കിൽ കണ്ടന്റ് എഴുതണം. അതെങ്ങനെയാണ് ഈ കീവേഡ് പ്ലാനറിൽ നിന്ന് ഈ കീവേഡുകൾ എടുക്കുന്നതും അത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് എടുക്കുന്നതിനും പറ്റിയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോൻ്റെ അടിയിലിടാം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അതുങ്ങളെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റും. അതായത് എങ്ങനെയാണ് ഒരു പേജിനകത്ത് ഇത്രയധികം കീവേഡുകൾ റാങ്ക് ചെയ്യണമെങ്കിൽ ഇത്രയും റിലേറ്റീവ് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഞാൻ ഈ ഹോം പേജസ് എഴുതാനായിട്ട്, അല്ലേ? ബോധപൂർവ്വം. കാരണം ഇതിൻ്റെ കുറേയൊക്കെ താഴെ പോയിട്ടുണ്ട്. ലോസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ റാങ്കിങ് ഡ്രോപ്പ് ആയിട്ടുള്ളതാണ്. ഇത് ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് റാങ്ക് ചെയ്യുന്നതാണ്. ഇത് ഗെയിൻ, കയറി വരുന്നത്, ഈ റാങ്കിങ് ഇമ്പ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ പുതിയ കീവേഡുകളൊക്കെ ഞാൻ റാങ്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ 4 ഉണ്ടായിരുന്നു, ഞാൻ 5ാമത്തെ പൊസിഷനിൽ നിന്ന് 4ാമത്തെ പൊസിഷനിലോട്ട് മാറി, 6ാമത്തെ പൊസിഷനിൽ നിന്ന് 5ാമത്തേക്ക് മാറി. ഇതെല്ലാം കണ്ടന്റിനകത്ത് നടക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിനകത്ത്, എൻ്റെ ഹോം പേജിൽ എനിക്ക് മനസ്സിലായി എൻ്റെ ഹോം പേജ് വളരെ റിച്ച് ആണ്. എൻ്റെ ഹോം പേജിൽ കണ്ടന്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പല കീവേഡും റാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴത്തോട്ട് പോകുന്ന കീവേഡുകൾ കണ്ടുപിടിച്ച് അത് ഞാൻ കൂടുതൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആഡ് ചെയ്യണം. കീവേഡ് എന്നുള്ള വേർഡേ വേണ്ട, ടോപ്പിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒരു ടോപ്പിക്കും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ. ഇപ്പോൾ ഉദാഹരണം മൂന്നാറിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതുമെങ്കിൽ ആളുകൾ പല രീതിയിലടിക്കും. കൊച്ചി ടു മൂന്നാറിലേക്കുള്ള ദൂരം, ആ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തുക. കൊച്ചിയിൽ മൂന്നാറിലുള്ള റിസോർട്ടുകൾ അത് ഉൾപ്പെടുത്തുക, മൂന്നാറിലുള്ള പ്രധാനപ്പെട്ട സൈറ്റ് സീയിങ് സ്ഥലങ്ങൾ അത് ഉൾപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ ആ മൂന്നാറുമായി ബന്ധപ്പെട്ട് മുഴുവൻ എന്താകണം? ഒരു പേജാക്കി മാറണം. അപ്പം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല കീവേഡുകൾക്കും ആ പേജ് ടോപ്പിലേക്ക് എത്തും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ HRF കാണിച്ചൊരു റിപ്പോർട്ട്. എൻ്റെ ഹോം പേജ് എത്ര കീവേഡ് റാങ്ക് ചെയ്യുന്നുണ്ട്? 166. ഇനി ഞാൻ ഹോം പേജിൻ്റെ കണ്ടന്റ് വീണ്ടും 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 കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ 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 കീവേഡുകൾക്ക് റാങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് സ്റ്റഫിങ് ആവരുത്, അത് വെറുതെ കീവേഡ് റാങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളാവരുത്. അത് യൂസർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ സൈറ്റിൽ വരുന്ന യൂസർക്ക് ചാർജുകൾ അറിയണം ഇതിൻ്റെ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ ആഡ് ചെയ്യണം. ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളുടെ ലിസ്റ്റിങ്സ് കൂട്ടാം. അതുപോലെ തന്നെ എൻ്റെ ക്ലയൻസിൻ്റെ കൂടുതലില്ല, അവരുടെ ടെസ്റ്റിമോണിയൽസ്, അവരുടെ റിവ്യൂസ്, ഇങ്ങനെയൊക്കെ ഞാൻ ഓരോരോ ഇൻഫർമേഷൻസ് വരുന്ന യൂസർക്ക് എന്നോടുള്ള ട്രസ്റ്റ് കൂട്ടാൻ വേണ്ടി ഓരോ പോയിന്റുകൾ ഞാൻ ചെയ്യുമ്പോൾ അതെല്ലാം കണ്ടന്റുകളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? അതെല്ലാം കീവേഡുകളാവുകയും അതെല്ലാം ടോപ്പിലെത്തുകയും ചെയ്യും. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എഴുതാൻ പാടുള്ളൂ. അല്ലാണ്ട് വലിയൊരു കണ്ടന്റ് എഴുതി വിട്ടുകൊണ്ട് റാങ്ക് ആകുമെന്നല്ല ഉദ്ദേശിച്ച. ആ കണ്ടന്റിലൂടെ ഒരാൾ സഞ്ചരിക്കണം, അല്ലെ? തുടക്കം തൊട്ട് അവസാനം വരെ അയാൾ ആ ഫീൽഡിലൂടെ പോകണം. ചില സിനിമകൾ കണ്ടല്ലേ, തുടങ്ങി 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും, അല്ലെ? ചില സിനിമകൾ ലാഗ് അടിക്കാന്നൊക്കെ പറയും. ചില സിനിമകൾ അങ്ങനെയല്ല, നമ്മൾ കണ്ട് ആ ഫീലിൽ അവസാനം വരെ അറിയില്ല. കണ്ടന്റ് എഴുതേണ്ടത് അങ്ങനെയാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു പ്രത്യേക മൂവ്മെന്റ്, ട്വിസ്റ്റ്, അല്ലെ? ഒരു പ്രത്യേക ക്ലൈമാക്സ്, സർപ്രൈസിങ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ. അപ്പം നമ്മൾ കണ്ടന്റിലും അതൊക്കെ വേണം. അങ്ങനെ വന്ന് നീണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു വാല്യൂ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അടിച്ചു വെച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ആ ലോങ് ഫോം കണ്ടന്റ് ഒന്നും റാങ്ക് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. കാരണം യൂസേഴ്സ് ജേണി, ഒരാൾ സൈറ്റിൽ വന്നാൽ അയാൾ നാവിഗേഷനിൽ വരെ അളക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഈ സൈറ്റിനകത്തോട്ട് വരുമ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, കണ്ടന്റ് എഴുതുമ്പോൾ യൂസർ എൻഗേജ് ആവുന്നുണ്ടോ എന്ന് ഗൂഗിൾ അറിയാൻ ഒരുപാട് മെത്തഡോളജി ഉണ്ട്. അതിലൊരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇത് നാവിഗേഷനാണ്. ഇവിടെ വന്നു, ഇതാണ് ഈ മൂവ്മെന്റ്. ഇങ്ങനെ ഞാൻ ഓരോ തവണ നാവിഗേറ്റ് ചെയ്യുന്നത് ആര് അളക്കുന്നുണ്ട്? ഗൂഗിൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനൊക്കെ സെഷനായിട്ട് കൂട്ടും, ഓരോ സെഷനായിട്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അതൊരു സെഷൻ, ഇവിടെ കുറച്ച് നേരം നിന്നാൽ അതൊരു സെഷൻ. ഓരോ മൂവ്മെന്റിനെ സെഷനായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ നിന്ന് അടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞാലും ഒക്കെ എന്ത് പറ്റും? ഓരോരോ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യൂസർ തന്നെ പല പല സെഷൻ ചെയ്യും, അല്ലെ? ഞാനാണ് യൂസറെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് അടുത്തേക്ക് പോകുന്നു, ഇത് വായിച്ചു നോക്കുന്നു, ഇവിടെ ഇരിക്കുന്ന സമയം, എത്ര സമയം ഞാൻ ഇരുന്നു, അടുത്ത പേജിലോട്ട് എത്ര പോയി. അങ്ങനെ വരുമ്പോഴാണ് ഈ പേജിനൊരു വാല്യൂ ഉണ്ടാകുക, അല്ലെ? ഈ പേജിൽ വന്ന ഉടനെ തന്നെ ബാക്ക് അടിച്ച് പോയാൽ ബൗൺസ് റേറ്റ് എന്നാണ് അതിന് പറയാം. വരുന്നതിനേക്കാൾ സ്പീഡിൽ ആൾക്കാർ ഇറങ്ങി പോകുന്ന സൈറ്റുകൾ. അങ്ങനെ കൂടി വന്നത് പറ്റും എൻ്റെ സൈറ്റിന്റെ റാങ്കിങ് ഡ്രോപ്പായി താഴ്ത്തോട്ട് പോകും. കാരണം എന്താ? യൂസറെ എൻഗേജ് ചെയ്യുന്നില്ല, യൂസറിനോട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ഗൂഗിളിൽ അങ്ങനെ വേണ്ട. ലോങ് ഫോം കണ്ടന്റോ ഷോർട്ട് ഫോം കണ്ടന്റോ എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് എന്ത് ചെയ്യും?
ഒരു കാര്യത്തിന് ഒരു ടോപ്പിൽ ഒരു റിസൾട്ട് കാണിച്ചു, അതിനകത്ത് ആ യൂസർ എൻഗേജ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് എത്ര നല്ല കണ്ടന്റ് ആണെങ്കിലും താഴത്തോട്ടാക്കും. കാരണം എന്താ, അൾട്ടിമേറ്റ്ലി ഗൂഗിൾ നോക്കുന്ന എന്താ, ഗൂഗിൾ ഉപയോഗിച്ച് ഒരാൾ സെർച്ച് ചെയ്യുന്നു, അയാൾക്ക് ആദ്യം കൊടുത്ത റിസൾട്ട് അല്ലെങ്കിൽ രണ്ടാമത് കൊടുത്ത റിസൾട്ടിൽ ആൾക്കാർ ഇരിക്കുന്നില്ലെങ്കിൽ ആ റിസൾട്ടിന് വാല്യൂ ഇല്ല. ചിലപ്പോൾ സിനിമകൾ പറയാറില്ല 20 കോടിയുടെ സിനിമ 30 കോടിയുടെ സിനിമ എന്ന് പറയുന്നത്, അതുകൊണ്ട് കാര്യമില്ല. അതിന് യൂസർ വേണം. അവർ സിനിമ കണ്ടുകൊണ്ടിരുന്നാൽ വാല്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ എത്ര കോടി മുടക്കി, 25 കോടിയുടെ പടമാണ്, അതുകൊണ്ട് ബോറടിച്ചാലും ഞാൻ കണ്ണ് തുറന്നിരുന്ന് കാലിൽ വെള്ളം മുക്കി വെച്ചിട്ട് കാണും, അങ്ങനെ നിങ്ങൾ കാണുമോ? ഇല്ല. സിനിമയുടെ കോസ്റ്റോ അതിന്റെ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും അല്ല. അല്ലാതെ നിങ്ങളിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഒരു വെബ്സൈറ്റ് ചെയ്തു, കുറേ കണ്ടന്റ് ഒക്കെ നിറച്ച് അല്ലേ, ഒരുപാട് കണ്ടന്റ് റൈറ്ററൊക്കെ ഹയർ ചെയ്ത് കണ്ടന്റ് ഒക്കെ നിറച്ചിട്ട് എന്താ കാര്യം? ആളുകൾ ഇരിക്കുന്നില്ലെങ്കിൽ നേരത്തെ സിനിമയ്ക്ക് ഉണ്ടായ പോലെ തന്നെ ഇവിടെയും വിജയമാവില്ല. അപ്പോൾ എൻഗേജ് ചെയ്യിക്കുക. അത് നിങ്ങൾക്ക് എൻഗേജ് ചെയ്യിക്കാൻ വീഡിയോ ഇടാം, പിക്ചർ ഇടാം, ഇതുപോലെ ചോദ്യോത്തരങ്ങൾ കൊടുക്കാം, മലയാളം ഉപയോഗിക്കാം, എന്തോ അൾട്ടിമേറ്റ്ലി ആ അന്വേഷിച്ച് വന്ന ആളെ അത് തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സൂചന അയാൾ എൻഗേജ് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. ബൗൺസ് റേറ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ എൻഗേജ് ചെയ്യുമ്പോൾ ആ പേജിനകത്തുള്ള പല വേർഡുകൾ എന്താവും, റാങ്ക്ഡ് ആയി വന്നുകൊണ്ടിരിക്കും, ഓരോരോ ടോപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കും. എക്സാക്ട്ലി അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിലും മറ്റൊക്കെ എണ്ണം നോക്കാനും അതിന്റെ ഒപ്റ്റിമൽ ലെങ്ത് നോക്കാനും കനോനിക്കൽ കൊടുക്കാനും റീഡയറക്റ്റ് ചെയ്യാനും സ്കീമ ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പ്ലഗിൻസ് ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് പ്രധാനമായിട്ടും കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിനെ സഹായിക്കാൻ എങ്ങനെയാണ് ഒരു പവർഫുൾ കണ്ടന്റ് കീവേഡ് ആഡ് ചെയ്ത് സ്റ്റഫ് ചെയ്യാതെ എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പ്ലഗിൻസുകൾ പിന്നെ ആരും ആ ചോദ്യം ചോദിക്കരുത്, പ്ലഗിൻ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് എന്താണ്, നമുക്ക് വേണ്ടുന്ന കീവേഡുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ടന്റ് എഴുതുക എന്നുള്ളതാണ്. ഒരു കീവേഡോ 2 കീവേഡോ നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് അത് കണ്ടന്റിനകത്ത് വരട്ടെ, കണ്ടന്റ് വൃത്തിയാകട്ടെ, കണ്ടന്റ് ലെങ്ത് ആകട്ടെ, കണ്ടന്റ് കൂടുതൽ ബൗൺസ് റേറ്റ് ഇല്ലാത്താകട്ടെ. അതിന് നിങ്ങൾക്ക് ഇമേജുകളോ വീഡിയോസൊക്കെ ഇട്ട് എൻഗേജ് ചെയ്യിക്കാം, പോഡ്കാസ്റ്റ് ഉപയോഗിക്കാം, ഡൗൺലോഡ് ചെയ്യാനുള്ള PDF ഉപയോഗിക്കാം. എല്ലാ യൂസർക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിർത്തി പോയിട്ടുണ്ടാകാം, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവസാനം വരെ എത്തിക്കാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ ഈ വീഡിയോ എൻഗേജ്മെന്റ് റേറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഞാനും ഫെയിലിയർ ആണ്. എനിക്കറിയില്ല എത്ര പേര് ഇപ്പോൾ തുടങ്ങിയ അവസാനം വരെ കാണുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആണ്. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യമാണെങ്കിലും വീഡിയോൻ്റെ കാര്യമാണെങ്കിലും വെബ്സൈറ്റിൻ്റെ കാര്യമാണെങ്കിലും എൻഗേജ്മെന്റ് റേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് സക്സസ് ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് എഴുതുമ്പോൾ കീവേഡ് വേണം, പക്ഷെ അത് എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ വളരെ ബുദ്ധി ഉപയോഗിക്കണം, അതിന് സ്ട്രക്ചർ ഉപയോഗിക്കണം, അതിന് ലേഔട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കണക്ട് ചെയ്ത് തന്നെ എഴുതണം. അപ്പോൾ ഇനി SEO പഠിക്കുന്ന കാലത്ത് കൂടുതലും പവർഫുൾ കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്താം, യു എക്സ് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ആളുകൾക്ക് ബോറടിക്കാത്ത രീതിയിൽ ഒരു വെബ്സൈറ്റിൻ്റെ സൊല്യൂഷൻ, വെബ്സൈറ്റ് ഡിസൈൻ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അതിൻ്റെ നാവിഗേഷൻ അല്ല, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. ഇനിയുള്ള സ്പീഡ്, വെബ് കോർ വൈറ്റൽസ്, ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് വേണം നമ്മളൊരു വെബ്സൈറ്റ്, ഈ എല്ലാ ഫാക്ടേഴ്സും ഓട്ടോമാറ്റിക്കലി വരണം. വെറുതെ ഒരു കണ്ടന്റ് കൊണ്ട് പബ്ലിഷ് ചെയ്യല്ല, അപ്പോൾ ക്ലട്ടഡ് ആവും, നിറഞ്ഞു കിടക്കും, അങ്ങനെ പാടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ലേഔട്ടുകളാക്കി, പിക്ചറാക്കി, മൊഡ്യൂളുകളാക്കി തിരിച്ച് ആ കാണുന്ന ആൾക്കാർക്ക് ഒരു കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്നു എന്ന രീതിയിൽ പറയരുത്. ചെറിയ ക്യാപ്സ്യൂളായിട്ട് പറഞ്ഞാൽ മതി. നീൽ പട്ടേലിൻ്റെയോ ഹബ്സ്പോട്ടിൻ്റെയോ സെംറഷിൻ്റെയോ HRFൻ്റെയോ ഒക്കെ ബ്ലോഗ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ പ്ലഗിൻസിന് ചെറിയ റോളേ ഉള്ളൂ കീവേഡിൽ, അതിനെ നിങ്ങൾ കണ്ടന്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. യൂസർ എൻഗേജ്മെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പേജ് തന്നെ പല കീവേഡിനും റാങ്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ ഈ കോമൺ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ. പഴയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും കുഴപ്പങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് തന്നെ ഇടുക.